എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1999 മോഡൽ ബുള്ളറ്റാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. ഈ ഒരു വണ്ടിക്കൊരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ ചാനലിൽ പൊതുവെ റീസ്റ്റോർ ചെയ്ത വീഡിയോ കാണിക്കുമ്പോഴത്തേക്ക് അതിലെല്ലാം തന്നെ ഈ ഓഡോമീറ്റർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ ലോകത്തില്ലാത്ത ഏതെങ്കിലുമൊക്കെ ഒരു നമ്പർ ആയിരിക്കും. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ എത്രയാണോ ഇതിൽ കാണിച്ചേക്കുന്നത് അത് തന്നെയാണ്. 1999 മുതൽ ഈ 2026 വരെ ഓടിയ ആക്ച്വൽ കിലോമീറ്റർ നമുക്കിവിടെ ഉണ്ട്. സോ എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായും ഷെയർ ചെയ്യുന്നതാണ്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള റീസ്റ്റോറേഷൻ വീഡിയോസിനും അതുപോലെ തന്നെ വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, യാത്രകൾ എല്ലാം തന്നെ കാണാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ. കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി, പറയൂ. 1999 മോഡൽ വണ്ടിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ഇത് നമ്മൾ ആക്ച്വലി ഇതൊരു നല്ല ഏജ്ഡ് ആയിട്ടുള്ള ഒരാളുടെ ഇരുന്ന വണ്ടിയായിരുന്നു. പുള്ളി ഇത് ആരുടെയും കൊടുക്കാതെ ഡെയിലി കഴുകി സൂക്ഷിച്ച് കൊണ്ട് നടന്ന വണ്ടിയാണ്. അത് ഓടിക്കാറില്ല. ഞാനൊക്കെ കുഞ്ഞിലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ സ്കൂളിൻ്റെ അടുത്തായിരുന്നു പുള്ളിയുടെ വീട്. രാവിലെയും വൈകിട്ടും കാണും. പുള്ളി എന്നും ഈ വണ്ടിയിൽ തുടങ്ങിയതാണ്. ഓടിക്കണത് ഞാൻ കണ്ടിട്ടില്ല. പുള്ളിക്ക് ഇപ്പൊ പ്രായമായി, ഓടിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയപ്പോഴത്തേക്ക് കൊടുത്തു. അപ്പൊ അവരുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റുള്ള വീട്ടിലെ രണ്ടുപേരാണ് ഈ വണ്ടി മേടിച്ചത്. ഈ വണ്ടി ഓടിയിട്ടില്ല എന്നുള്ളത് അവർക്ക് നല്ലോണം അറിയാം. അങ്ങനെ മേടിച്ചതാണ്. ഇപ്പൊ അവർ മേടിച്ച സമയത്ത് 18,000 സംതിങ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളായിരുന്നു. ഇപ്പൊ 20,290 വണ്ടി ആക്ച്വലി ഇത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതൊരു ഭയങ്കര സംഭവമാണ് കേട്ടോ. നോർമലി ഇപ്പോൾ 1975 മോഡൽ അല്ലെങ്കിൽ 80 മോഡലൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇതേപോലെ ഓട്ടോയിൽ നോക്കുമ്പോൾ കുറച്ചേ കാണത്തുള്ളൂ. അപ്പൊ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുള്ള പറയണ അത് അല്ല, രണ്ടാമതൊക്കെ മാറുന്നതായിരിക്കും, അല്ലെങ്കിൽ ഓരോ വർഷം കഴിഞ്ഞ് പിന്നെ റീഡിങ് ആവുന്നതാണ്. അത്രേ ഉള്ളൂ. ഈ വണ്ടി ഇത്ര ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഇത് ഏത് കളറായിരുന്നു ഈ വണ്ടി? ഇത് ഈ റെഡ് തന്നെയാണ്. ഓ, ഈ റെഡ് കളർ തന്നെയാണ്. പക്ഷെ ഇത് നോർമൽ ആ ഒരു കളറാണോ? ഇത് ഒരു വിന്റേജ് മോഡൽ റെഡ് കളർ ആയിരുന്നു. ഏകദേശം നമ്മൾ ആ ഒരു കളർ തന്നെയാണ് അടിച്ചത്. ഓക്കെ, കുറച്ച് ഡള്ളായിട്ട് തോന്നും വണ്ടി. പക്ഷെ നല്ല രസമുണ്ട് അടിച്ചിരിക്കുന്നത്. എന്തായാലും മുന്നേ ഒക്കെ പണ്ടുള്ള ഒരു പഴയ ബുള്ളറ്റിന് അടിക്കുന്ന റെഡൊക്കെ ഇതേപോലത്തെ അടഞ്ഞ കളറുകളാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ സ്പെയർ മാറിയിട്ടുണ്ട് ഇതില് സ്പെയർ? ഇത് റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ്. ഇതില് ലോക്ക് സെറ്റ്, ഹാൻഡില്, ത്രോട്ടിൽസ്, സ്വിച്ചസ്, ക്രാഷ് കാർഡ് പുതിയതാണ്. പിന്നെ 2 സെറ്റ് സ്പോക്സ് കമ്പി മാറിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഹെഡ്ലൈറ്റ്, അതേപോലെ പെട്രോൾ സ്റ്റെയിനർ, ബാക്കിലത്തെ 2 ഷോക്ക് അബ്സർ, സാരി ഗാർഡ്, 4 ഇൻഡിക്കേറ്റേഴ്സ്, ഫ്രണ്ട് ബാക്ക് നമ്പർ പ്ലേറ്റ്, സൈലൻസർ, പിന്നെ ഫോൺ സെറ്റ്, കേബിൾസ്, ഡ്രാഗ് ഷൂ, വയറിംഗ് കിറ്റ്, അങ്ങനെ നോർമലി പക്ഷെ ഒരുപാട് സാധനങ്ങൾ അങ്ങനെ അധികമായിട്ട് ഇതിൽ മാറിയിട്ടുമില്ല. ഇല്ല, കാരണം മാറേണ്ട ആവശ്യം വന്നില്ല. വണ്ടിയൊക്കെ നല്ല പക്കാ വണ്ടിയായിരുന്നു. ഓക്കെ, അപ്പോൾ സ്പെയറിന് എല്ലാം കൂടി എത്ര രൂപയായിട്ടുണ്ട്? സ്പെയറിന് ഒരു 20-25 അടുപ്പിച്ച് 25,000 രൂപയോളം സ്പെയറിനായിട്ടുണ്ട്. എനിക്കൊന്ന് ഏറ്റവും കുറഞ്ഞിട്ടുള്ളതല്ലേ കാശ്? നോർമലി സ്പെയർ എന്ന് പറയുമ്പോൾ 40-45 വരുന്നതാണ്. ഓക്കെ, അതിനുശേഷം ഈ മിറർ ഇപ്പൊ പുതിയ മേടിച്ചാണ്. ഇത് പുതിയത് എടുത്തുവെച്ചതാണ്. ഓക്കെ, പക്ഷെ നോർമലി നമ്മൾ കാണുന്ന പോലത്തെ ഒരു മിററാണ്. ഇത് ഇലക്ട്രയുടെ മിററാണ്. ഇലക്ട്ര വണ്ടിക്ക് ഈ ടൈപ്പ് മിററാണ് വരുന്നത്. ഓക്കെ, പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല രസമുണ്ട്. അപ്പൊ ഇനി അടുത്തത് പെയിന്റിങ്ങിന് ഇത് വിത്ത് ലൈൻ 16,000 രൂപയായി. വിത്ത് ലൈൻ 16,000 രൂപ. ഓക്കെ, നോർമലി 14,000 രൂപയല്ലേ? എന്തുകൊണ്ടാണ് 2,000 രൂപ കൂടുതൽ? 2,000 രൂപ കൂടുതൽ. നോർമലി ലൈൻ ഇല്ലാണ്ടാണ് 14 ആവുന്നത്. പിന്നെ നമുക്ക് ഒരുപാട് വർക്ക് പെൻഡിങ് ഉള്ളതുകൊണ്ടും വണ്ടികൾ പെയിന്റിങ് കഴിയാത്തോണ്ടും കുറച്ച് പുറത്ത് വേറെ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ കൊടുത്ത് ജയിപ്പിച്ചതാണ്. ഓക്കെ, അപ്പോൾ പെയിന്റിംഗ് അതുകൊണ്ട് 2,000 രൂപ കൂടിയിട്ടുണ്ട്. 16 രൂപയാണ് ഇപ്പോൾ ഈ ഒരു പെയിന്റിങ്ങിനായിട്ടുള്ളത്. പക്ഷെ കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്, നല്ല ഫിനിഷിംഗ് ഉണ്ട്. എന്തായാലും ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഡള്ളായിട്ടുള്ള കളറാണെങ്കിൽ പോലും അവിടെയും ഒരു എടുപ്പുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. അതേപോലെ തന്നെ ഈ ലൈൻ നമ്മുടെ തിരുമല വരച്ചാണോ? അല്ല, ഇത് ലൈൻ കൈകൊണ്ട് വരച്ചതല്ല, ഇത് മറ്റേ പെയിന്റ് തന്നെ ചെയ്തെടുത്തതാണ്. ഓക്കെ, അതാണ് ഒരു ഭയങ്കര നല്ലൊരു ഫിനിഷിംഗ്. ഓക്കെ, അതും ഈ പെയിന്റ് ചെയ്ത സ്ഥലത്ത് തന്നെയാണ് അല്ലേ? അത് അവിടെ തന്നെ പെയിന്റ് തന്നെയാണ്. നമ്മള് മറ്റേ ചാലക്കുടി വണ്ടി ഒരെണ്ണം നമ്മൾ വീഡിയോ ചെയ്തില്ലായിരുന്നു. ഓ, മറ്റേ അവനാഞ്ചേരിയില് ഓക്കെ. അപ്പോൾ പെയിന്റിങ്ങിന് 16,000, സ്പെയർ പാർട്സ് 25,000 രൂപയായിട്ടുണ്ട്. പിന്നെ പ്ലേറ്റിംഗ് പ്രത്യേകം എഞ്ചിൻ കവർ പ്ലേറ്റിംഗ് വേണമെന്ന് കസ്റ്റമർ എടുത്ത് പറഞ്ഞായിരുന്നു. എഞ്ചിൻ കവർ മാത്രം ചെയ്യാനായിട്ട് പഴയ മോഡലിന് 10,000 രൂപ പ്ലേറ്റിംഗ്. 10,000 രൂപ പഴയ മോഡൽ. എല്ലാം കൂടെ 15-16 പ്ലേറ്റിംഗിനായി 16,000 രൂപ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബഫിംഗ് ഇല്ലാന്ന് തോന്നുന്നല്ലേ? ക്രാങ്ക് കേസ് മാത്രമേ ഉള്ളൂ. അത് ചെയ്യാനായിട്ട് ട്രിവാൻഡ്രത്താണ് കൊടുത്തത്. അവിടെ വന്നിട്ട് 4,000 സംതിങ് രൂപ അതിനായി. ഗിയർ ബോക്സിന്റെ അകത്തെ പോർഷൻ, ഗിയർ ബോക്സും ക്രാങ്ക് കേസും കൂടെ ബഫ് ചെയ്യും. ഓക്കെ, ഈ ഇതിപ്പോ നമ്മുടെ കാർബറേറ്റർ ഇതെന്തോ പഴയത് വെച്ചേക്കുന്നത്? കാർബറേറ്റർ ഒക്കെ മാറിയില്ല. മെയിനായിട്ട്
ഇതിന്റെ ഓണർ ഇപ്പൊ മേടിച്ച ഓണർ പുള്ളിക്കാരൻ പുറത്താണ്, NRI ആണ്. അപ്പൊ പുള്ളി ഇനി 2 ആഴ്ച കഴിയുമ്പോൾ തിരിച്ചു പോകും. പുള്ളി അതിനിടയ്ക്കാണ് 2000 കിലോമീറ്റർ ഓടിയത്. അത് ഓടി. അപ്പൊ ഇത് കയറ്റി വെക്കാനുള്ളതാണ്. ഓക്കെ ഓക്കെ. അതുകൊണ്ട് അവിടെ ആക്ച്വലി നമുക്ക് കാശ് കുറഞ്ഞിട്ടുണ്ടല്ലേ, കോസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ കാർബറേറ്റർ കംപ്ലൈന്റ് ഇല്ലായിരുന്നു. നമ്മൾ ഓവർഫ്ലോ മിസ്സിങ് ട്യൂണിംഗ് ഒന്നും കറക്റ്റാതെ പറയുമ്പോഴാണ് മിക്കവാറും മാറുന്നത്. പിന്നെ ചില കസ്റ്റമേഴ്സ് ഓൾറെഡി മാറിപ്പോന്ന് പറയും. ഓക്കെ. ഇത് പിന്നെ ഓക്കെ ആയിരുന്നു, അതുകൊണ്ടൊന്നും ചെയ്തില്ല. ഓക്കെ. അപ്പോൾ പ്ലേറ്റിങ്ങിന് 16,000 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ ലേബർ നോർമൽ 10 രൂപ തന്നെയാണ്. അപ്പോൾ എല്ലാം കൂടി ടോട്ടൽ കോസ്റ്റ് ഇപ്പോൾ ഈ വണ്ടിക്ക് 70-80 അടുപ്പിച്ച് 80,000 രൂപയോളായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വണ്ടി. പിന്നെ നമ്മൾ എഡ്ജ് സൈഡിൽ കുറച്ച് ചെറിയ ചെറിയ രീതിയിൽ, അതായത് അതിന്റെ ക്യാമിലൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ വാംനട്ട്, സ്പിൻഡില്, ഓയിൽ പമ്പ്, പിന്നെ ഈ സൈഡ് നമ്മൾ പ്രഷർ പ്ലേറ്റ്, ക്ലച്ച് വൈസ് ഒക്കെ മാറി, എല്ലാം തേഞ്ഞ് കിടക്കുകയായിരുന്നു. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ വണ്ടിയിലെ റോക്രാം കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് പൈസ പേരിലായി. ഈ സീറ്റ് പുതിയതല്ലേ? സീറ്റ് പഴയ സീറ്റാണ് വണ്ടി. പക്ഷെ നല്ല ഫിനിഷിംഗ് കേട്ടോ സീറ്റ് പോലും. എന്തായാലും കൊള്ളാം. 1999 മോഡൽ ബുള്ളറ്റാണ് ഇതേ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. 80,000 രൂപയാണ് ടോട്ടൽ കോസ്റ്റ് ഈ ഒരു വണ്ടി റീസ്റ്റോർ ചെയ്തപ്പോഴത്തേക്ക് നമുക്കായതെന്നുള്ളതാണ് കേട്ടോ. പക്ഷേ അടിപൊളി. എനിക്ക് പ്രത്യേകിച്ച് എടുത്തു വേണ്ട ഈ ഒരു കളർ. ഇതിന്റെ പേരെന്താ ഈ ഒരു കളറിന്റെ? അറിയത്തില്ല. എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ഈ ഒരു കളറിന്റെ പേര് അറിയാമെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ഇട്ടിടണേ. ചെറി റെഡ് ആണോ? ചെറി റെഡ് അല്ല അല്ലേ? കുറച്ചുകൂടെ ഒരു ഡാർക്ക് കളറാണ്. എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കളർ, ഒരു വെറൈറ്റി. നമ്മൾ ആദ്യമായിട്ടാണ് തോന്നുന്നില്ലേ ഇതുപോലത്തെ കളർ അടിക്കുന്നത്. ഇപ്പൊ ഈ ടൈപ്പ് ആരും അടിക്കാറില്ല. എല്ലാരും നല്ല ഡാർക്ക് ആയിട്ടുള്ള കളറൊക്കെയാണ് അടിക്കുന്നത്. പണ്ട് എന്റെ കൊച്ചിലേക്ക് എനിക്ക് ഓർമ്മയുണ്ട്, ആ സമയത്തൊക്കെ ഇതേപോലെ അടഞ്ഞ റെഡൊക്കെയാണ് കൂടുതലായിട്ട് ബുള്ളറ്റിലൊക്കെ പെയിന്റ് ചെയ്യുന്നത്. ബ്ലാക്ക് അല്ലെങ്കിൽ അപ്പൊ എന്തായാലും ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിലൂടെ. നമ്മുടെ 1999 മോഡല് ബുള്ളറ്റ് റീസ്റ്റോറേഷന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ ബുള്ളറ്റുകൾ ഉണ്ടെങ്കിൽ, റീസ്റ്റോർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഷിജിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഷിജിൻ്റെ ലൊക്കേഷൻ വരുന്നത് കടയ്ക്കാവൂർ, തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലിനടുത്തുള്ള കടയ്ക്കാവൂർ ചെക്കാല ഭാഗത്താണ്. ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ ബുള്ളറ്റ് സോൺ കടയ്ക്കാവൂർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷിജിൻ്റെ വർക്ക്ഷോപ്പിൻ്റെ ലൊക്കേഷൻ കിട്ടുന്നതാണ്. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പറും കൊടുത്തേക്കാം. പിന്നെ മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത്, നമ്മൾ ഫേസ്ബുക്കിൽ പാർട്ടായിട്ടായിരിക്കും വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് ഫുൾ വീഡിയോ കാണണമെങ്കിൽ ഉറപ്പായിട്ടും ദീപക് ജെ ബാസി വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഫേസ്ബുക്കിൽ പാർട്ട് ഇടുന്ന അന്ന് തന്നെ നമ്മൾ അവിടെ അപ്ലോഡ് ചെയ്തതാണ്. സോ നിങ്ങൾക്ക് ഫുൾ വീഡിയോയും അവിടെ പോയിട്ട് കാണാവുന്നതാണ് കേട്ടോ. കുറേ പേര് കംപ്ലൈൻറ്റ് വന്നുണ്ട് പാർട്ടായിട്ട് ഇടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എന്താ പറയുക, എല്ലാവർക്കും കണ്ട് ഇരിക്കാനായിട്ടുള്ളൊരു ക്ഷമയില്ല. എന്നാൽ ഫുൾ വീഡിയോ കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഉറപ്പായിട്ടും യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ ഫുൾ വീഡിയോ കാണുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടം ലൈക്കായിട്ട് അറിയിക്കുക. അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.